ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു ഒരു അമ്പലം വിസിറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ, വെൽക്കം ടു മൈ ചാനൽ. ഹായ് ഓൾ, ഇന്ന് ഞങ്ങൾ ചെറയൻകീഴ് ശാർക്കര അമ്പലത്തിലേക്ക് പോവാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ നാടാണ് ചെറയൻകീഴ്, അമ്മയുടെ അച്ഛൻ്റെ നാടാണ് ചെറയൻകീഴ്. അപ്പോൾ ശാർക്കര അമ്പലത്തിൽ 41 ദിവസത്തെ ചിറപ്പുണ്ട് ഈ സമയം. എല്ലാ വർഷവും ഈ ഡിസംബർ സമയത്താണ്. ഇപ്പോൾ 40ാമത്തെ വിളക്ക് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൂപ്പനാണ്. അപ്പോൾ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം പിന്നെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നടത്താൻ തുടങ്ങി. ഇപ്പോൾ ഓഫ് ലേറ്റ് ഇപ്പോൾ ഓരോരുത്തരായിട്ടാണ് നടത്തുന്നത്. എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് അത് നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ വിളക്ക് നടത്തിക്കോളാം എന്നൊരു നേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട് വച്ചത് ഞങ്ങളിപ്പോൾ വീട് വെച്ചിട്ട് 2.5 വർഷത്തോളമായി. ഇപ്പോൾ 2 വർഷം മുന്നത്തെ വിളക്ക് നടത്തിയത് ഞാനും അനൂപും കൂടെ ചേർന്നിട്ടായിരുന്നു. അതിന് മുന്നേ ഒരു പ്രാവശ്യം ചേച്ചി നടത്തിയിട്ടുണ്ട്. അതിന് മുന്നേ അനിയമാമൻ്റെ മോൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓഫ് ലേറ്റ് ആയിട്ട് ഓരോരുത്തരായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വിളക്ക് അമ്മയുടെ ഒരു കസിൻ, അമ്മയുടെ 2ാമത്തെ അപ്പച്ചിയുടെ മകനാണ് നടത്തുന്നത്, ഉണ്ണിക്കൊച്ചൻ. അപ്പോൾ ഞങ്ങൾ ചെറയൻകീഴ് അമ്പലത്തിൽ നമ്മൾ ആ ടെമ്പിൾ ട്രിപ്പിന് പോയപ്പോൾ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും ഈ ചെറയൻകീഴ് അമ്പലത്തിലും കാണും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അതിന് മുന്നേ അമ്മയുടെ അടുത്ത് പോയി അമ്മയും സുധിച്ചേട്ടൻ രാവിലെ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ സുധിച്ചേട്ടനും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ. അമ്പലത്തിലെത്തിയിട്ട് കാണാം. ഈ ആംഗിളിൽ എന്നെ കാണാൻ അമ്മയുടെ നല്ല ഛായയുണ്ട്, അമ്മൂമ്മയുടെ നല്ല ഛായയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളനാട്ടിൽ നിന്ന് ഒരു 2:45 ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അമ്പലമുക്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അമ്പലമുക്കിലെത്തി അമ്മയും സുചേട്ടനെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 4 മണിക്ക് അമ്പലമുക്കിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വെള്ളനാട്ടിൽ നിന്ന് ഒരു 2:45 ആയപ്പോഴേ ഇറങ്ങിയത്. അപ്പോൾ ഓൺ ദ വേ അനിയമാമ വിളിച്ചിട്ട് പറഞ്ഞു മാമനും കൂടെ നമ്മുടെ കൂടെ നമ്മൾ ഫോളോ ചെയ്ത് വരും എന്ന് പറഞ്ഞിരുന്നു. ഇത് മാമൻ്റെ കാറാണ്. അപ്പോൾ സുധിച്ചേട്ടനും അനൂപും ഞാനും നെക്സോണിലും, മാമനും അമ്മായിയും അമ്മയും കൂടെ മാമൻ്റെ ഇന്നോവയിലുമായിട്ടാണ് ഞങ്ങൾ പോയത്. ഇത് ശാർക്കര അമ്പലത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള റെയിൽവേ ക്രോസാണ്. ഞങ്ങൾ വന്ന സമയത്ത് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ചെറയൻകീഴ് വരിക എന്ന് പറയുമ്പോഴേ അമ്മയ്ക്കൊരു നൊസ്റ്റുമാണ്. അമ്മ വളർന്നതൊക്കെ ചെറയൻകീഴാണ്. അപ്പൂപ്പൻ്റെ അമ്മയാണ് 1 വയസ്സ് മുതൽ ഓൾമോസ്റ്റ് ഒരു 8ാം ക്ലാസ് വരെയൊക്കെ അമ്മ വളർത്തിയത്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഈ ഭാഗത്ത് വരുന്നു എന്ന് പറയുമ്പോഴേ നല്ലൊരു ഒരു നൊസ്റ്റു ഫീൽ അടിക്കും. ഇതാണ് ശാർക്കര അമ്പലം. എങ്ങനെയാണ് ശാർക്കര അമ്പലം എന്ന് പേര് വന്നതെന്നറിയോ? ഈ അമ്പലം, ഇതിൻ്റെ മിത്തെന്ന് പറയുന്നത്, ഇവിടെ കുറേ കച്ചവടക്കാർ, ഈ ശർക്കര കുടവും കൊണ്ടുപോകുന്ന കുറേ കച്ചവടക്കാർ ഓൺ ദ വേ ഈ പ്രദേശത്തൂടെ പോവുമായിരുന്നു. അവർ പോയി ഒരു ദിവസം രാത്രി എത്തി, പിറ്റേ ദിവസം രാവിലെ അവർ പോകാനായിട്ട് ശർക്കര കുടങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരുന്നു. ഒരു കുടം മാത്രം പൊങ്ങുന്നില്ല, എത്ര പൊക്കിയിട്ടും അത് പൊങ്ങുന്നില്ല. അപ്പോൾ അതിൽ ദേവി കുടി കൊണ്ടിട്ടുണ്ട് എന്നാണ് അതാണ് മിത്ത്. അപ്പോൾ ശർക്കര ഉള്ള കുടത്തിലെ ദേവി ആയതുകൊണ്ടാണ് ശാർക്കര ദേവി എന്ന പേര് വന്നത്. എല്ലാവർക്കും അറിയായിരിക്കും ഇത്. ഞാൻ കേട്ട ഒരു അമ്മയുടെ നിന്നും ഒക്കെ കേട്ട ഒരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ തന്നെ ഈ വിളക്കിൻ്റെ സമയത്ത് ഈ ഒരു ഡിസംബർ 25 അല്ലെങ്കിൽ 26 ആ ഒരു ദിവസങ്ങളിലാണ്, ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഈ ശാർക്കര വിളക്ക് 40ാമത്തെ വിളക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും അമ്മൂമ്മയും കൂടെ ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ അമ്പലത്തിലെത്തും. അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഓൺ ദ വേ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും, അൽസാജിൽ നിർത്തണം, അൽസാജിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുമെന്ന് പറയും. എന്ന് വെച്ചാൽ അമ്പലത്തിൽ എത്തുന്നത് വരെ ഞങ്ങൾ വെജ് ഫുഡായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അൽസാജിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. അത് എനിക്ക് ആ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചേച്ചിയും ഞാനും അമ്മൂമ്മയൊക്കെ വരുന്നത് നല്ലൊരു ഓർമ്മയായിട്ടിരിക്കുകയാണ്. മുടങ്ങാതെ ഞങ്ങളിവിടെ വരാറുണ്ട് എല്ലാ വിളക്കിനും.
ഇപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ തിരക്കായി. ചേച്ചിക്ക് ഈ സമയത്ത് ലീവ് കിട്ടണം എന്നില്ല. ചേച്ചി പറ്റുന്ന സമയത്തൊക്കെ ചേച്ചി ലീവ് എടുത്ത് വന്ന് തൊഴാറുണ്ട്. ഇപ്രാവശ്യം ചേച്ചിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് സുചേട്ടനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 6:30 മണിയൊക്കെ ആവുമ്പോൾ ഈ അമ്പലത്തിൻ്റെ വൈബ് തന്നെ അങ്ങ് മാറും. മൊത്തം വിളക്കൊക്കെ കത്തിച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയാണത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ചുറ്റുവിളക്കെല്ലാം കത്തിച്ച് വെച്ച് അമ്പലത്തിൻ്റെ വേറൊരു ഭംഗിയായില്ലേ അമ്പലം. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ ഒരു രീതിയിൽ കാണാനാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഈ അമ്പലത്തിൽ ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിൽ കാളിയൂട്ടുണ്ട്. അത് മിക്കവർക്കും എല്ലാവർക്കും അറിയായിരിക്കും കാളിയൂട്ടെന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു മാർച്ച് ആ സമയത്താണ് വരുന്നത്, ഉത്സവത്തിൻ്റെ സമയത്താണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം പറ്റുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് കവർ ചെയ്യാൻ നോക്കാം. പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് അണ്ടൂരാണ്, മൂളിയമ്മയുടെ വീട്ടിലേക്കാണ്. ഇന്നത്തെ ഡിന്നർ അവിടെയാണ്. മിക്കവാറും വിളക്ക് ദിവസങ്ങൾ, മിക്കവാറും എന്നല്ല എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും വിളക്കിൻ്റെ അന്ന് ഡിന്നർ മൂളിയമ്മയുടെ വീട്ടിലാണ്. മൂളിയമ്മ എന്ന് പറയുന്നത് ഞാൻ ടെമ്പിൾ വിസിറ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ആദ്യത്തെ ഫസ്റ്റ് അപ്പച്ചിയുടെ മകളാണ്. അപ്പോൾ പുള്ളിക്കാരി അണ്ടൂരാണ് താമസിക്കുന്നത്. ഇവിടുന്ന് അടുത്താണ്, ചിറയൻകീഴ് അടുത്താണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും, അമ്മയുടെ കസിൻസും എല്ലാവരും മൂളിയമ്മയുടെ അവിടെ നിന്നാണ് ഡിന്നർ കഴിക്കുന്നത്. ചിലയിടത്ത് നിന്ന് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അത് ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയില്ലേ, അതുപോലെയാണ് മൂളിയമ്മയുടെ വീട്ടിൽ ഇങ്ങനെ നിറഞ്ഞു കാണും നമുക്ക്. നല്ല ഡിന്നറായിരുന്നു. ഡിന്നറെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തു. അമ്മയുടെ കസിൻസൊക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾക്ക് ആക്ച്വലി ഇന്ന് തിരിച്ച് വെള്ളനാടേക്ക് പോകണം. അമ്മയും സുധിച്ചേട്ടനെയും അമ്പലമുക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട്, അമ്പലനഗറിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വെള്ളനാടേക്ക് പോയി. കാരണം അനൂപിന് പിറ്റേ ദിവസം കാറിൻ്റെ എന്തോ സർവീസിൻ്റെ കാര്യം എന്തോ ഉണ്ടായിരുന്നു വെള്ളനാട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് പിറ്റേ ദിവസവും അമ്പലനഗറിലേക്ക് പോകണം, അവിടെ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷനുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം വരണം, എന്നാലും ഞങ്ങൾക്ക് തിരിച്ച് വെള്ളനാടേക്ക് വരേണ്ടി വന്നു. കാരണം ഇതാണ്, ഈ കാറിൻ്റെ സർവീസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ശാർക്കര വിളക്കിൻ്റെ വ്ളോഗ് ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ അഡിയോസ്.